പറ്റണ മണിക്ക് പോയാ പോരെ. ഹലോ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പരിപാടികൾ നമ്മൾ തുടങ്ങാണ്. അടുക്കളയിൽ നിന്നാണ് ഇന്ന് പരിപാടികളൊക്കെ തുടങ്ങണം. അല്ലാതെ ബേബി അടുക്കളയിൽ ഇത് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ ഫുള്ള് ചെയ്യാന്ന് വിചാരിക്കണെന്ന് നടക്കാവോട്ടാ. വെറുതെ പറയട്ടെ, ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും. വെറുതെ ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കണം, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം മീനൊക്കെ വാങ്ങിച്ചേക്കണം, അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മീനിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. പിന്നെ ഞാൻ വോമിറ്റ് ചെയ്ത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനും കൂടി എന്നെ അവിടെ കിടത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവനും പിന്നെ എടുത്തുകൊണ്ട് ഞാൻ നടക്കേണ്ടി വരും. അപ്പം അതിന് ഭേദം ആ വഴിക്ക് പോകേണ്ടിരിക്കും. ചെയ്യാൻ പോവാണ്. ഞാനത് മസാല പറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചേക്കുന്ന അമ്മിച്ചിയാണ്. കൊറേ നാളുകൾക്ക് ശേഷം വെറുതെ ഒരു രസത്തിന് ഇത് വെളിച്ചിലേക്ക് വെറുതെ ഞാൻ ക്യാമറ പിടിച്ചേക്കണ അവളെ കൊണ്ട് ഇരിക്കുന്നത്. അതന്നെ നമ്മുടെ ചിക്കൻ്റെ ഇട്ടു. ഈ പാനിലേക്ക് നമ്മുടെ ചാള വറുത്തത് ഇടണം. അല്ല, ചാള വറുത്തതല്ല, ചാള വറുക്കാൻ ഇടണം. കണ്ട ചാള അമ്മിച്ചിട്ടൂട്ടാ. കാരണം ചാളയുടെ മണം എനിക്ക് അങ്ങോട്ട് പിടിക്കണില്ല. ചാള മാങ്ങിട്ടൊക്കെ വെക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ മീൻകാരൻ മീൻ കൊണ്ടു, മറ്റേ തൂളി എന്ന് പറയുന്ന മീൻ കണ്ടിട്ടുണ്ടാ, തിന്നിട്ടുണ്ടാ? ഞങ്ങളെ വാങ്ങാറില്ല. അത് പുഴ മീനാന്ന് പറഞ്ഞേ. അമ്മച്ചിക്ക് മീൻ വലിയ താല്പര്യം ഇല്ല. ഇഷ്ടമില്ലാത്ത മീൻ വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ പിന്നെ വാങ്ങിന്നുള്ളൂ. അപ്പൊ ഇത് വാങ്ങിയിട്ട് പാല് കഴിഞ്ഞാൽ നല്ല മീനുകൾ കിട്ടിയില്ല. താക്കോലെടുത്തോന്നേക്കണേ. അപ്പൊ ഇതങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ചാളനെ മാറ്റി എന്താണ് തുണി എടുക്കാറായി. മിഷയത്തിന്ന് അലാറം വന്ന മിഷയത്തിന് അലാറം വന്നു. തുണി എടുത്ത് വെയിറ്റാൻ പറഞ്ഞു. അതാവുമ്പോ വെള്ളത്തിലിട്ടതേ നമ്മുടെ ആദം ബേബിക്ക് കൊടുത്തു. എന്നിട്ട് അത് ഫുള്ള് 2 കഷ്ണാക്കി മുറുക്കും. അതിൻ്റെ കൂട്ടും. അപ്പൊ അതിന് വേറെ കൊടുക്കണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി കിട്ടിയേക്കണ മീൻ അമ്മച്ചിക്ക് മറ്റേ ഉരച്ച് ക്ലീൻ ചെയ്യണ്ടേ. അമ്മച്ചിക്ക് പറ്റണ മണിക്ക് പോയാ പോരെ. ഉരയ്ക്കണ മീൻ അയാളുടെ പിന്നെ വേറെ ഒന്നും ഇല്ല. അതാണ് കാണിച്ചത്. എനിക്ക് ആ മീൻ വലിയ ഇഷ്ടമല്ല. കടൽ മീനോടെ എനിക്ക് ഇഷ്ടം കൂടുതലുള്ളൂ. അതിനെ നീ ഉരയ്ക്കണം. ഇനിയിപ്പൊ ഉരച്ച് പക്ഷെ വേറെ ഒന്നും കിട്ടാ. പിന്നെ ചാളയല്ലേന്ന് വെച്ചിട്ട് അപ്പൊ വാങ്ങിട്ട് വെക്കാന്ന് വിചാരിച്ച്. നല്ല മീനാന്ന് അയാൾ പറഞ്ഞ കാരണം വാങ്ങിയതാണ്. ഇനി വെച്ച് കഴിയുമ്പോ അറിയാം. അമ്മിച്ചി തന്നെ മീൻ തന്നെ കേട്ടോ. അമ്മച്ചി അല്ല, അപ്പച്ചനും മീൻ ഇഷ്ടം. പിന്നെ സ്റ്റെബിക്കിന്റെ എനിക്ക് മീൻ അവർക്ക് മീനോട് വലിയ ഇഷ്ടമില്ല. സ്റ്റെബിക്കിന്റെ എനിക്ക് മീനോട് വലിയ താല്പര്യമില്ല. ചിക്കൻ മതി. ചിക്കൻ ഇഷ്ടം അവർക്ക്. അതെ, ഇവിടത്തെ ശരിക്കും മീൻ ഇഷ്ടമുള്ള ആള് അമ്മച്ചിയാ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു കേട്ടോ, മീൻ വാങ്ങിക്കാൻ പോയപ്പോ അമ്മച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വാങ്ങിക്കണ്ടാന്ന്. പിന്നെ അമ്മച്ചി ഒന്നും കിട്ടാത്ത കാരണം അമ്മച്ചി വാങ്ങിച്ചിട്ടുണ്ട്. മീൻകാരൻ വരുമ്പോ മീൻകാരനോട് അതെ നല്ല മീൻ എടുത്തു വെച്ച് അപ്പൊ നല്ല മീൻ ആളാണെങ്കിൽ മീൻ കഴിയാറാവുമ്പോ ഇങ്ങോട്ട് വരും. അപ്പൊ പിന്നെ അതല്ല, പിന്നെ ഇവിടെ മീൻ മേടിക്കാൻ പോകാൻ ആരുമില്ല. അപ്പച്ചനാണെങ്കിൽ വരുമ്പോ കൊറേ ലേറ്റ് ആയിട്ട് വരും. പിന്നെ ഇനി അവർക്കാണെങ്കിൽ ഒരു നേരം ഒഴിവില്ല. അയ്യോ, കൊച്ചു സ്തുതി കൊടുക്കുള്ള ദൈവമേ. ഈശോ സ്തുതി ആയിരിക്കട്ടെ. പ്രാർത്ഥനയുടെ സമയത്ത് ഇവനോട് സ്തുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. സ്തുതി കൊടുക്കില്ല ആരെങ്കിലും. സ്തുതി കൊടുത്ത സ്തുതി ഈശോ മിശിയായിരിക്കും. സ്തുതി ആയിരിക്കട്ടെ. അയ്യോ, നമ്മുടെ ആദം ബേബിക്ക് ഫുൾ ടൈം പുറത്തിറങ്ങി നടക്കണം. ഇപ്പൊ അവന് പുറത്തേക്ക് ഇറങ്ങണം. നേരത്തെ അമ്മിച്ചി മാങ്ങ പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇവിടെ കിടന്നിട്ട് അമ്മാവേ അങ്ങോട്ട് പോവാനാ. അവിടെയാണെങ്കിൽ ഭയങ്കര വെയില്. എന്താ കാര്യം, അമ്മാമ്മ കോലൊക്കെ കൊണ്ടുപോകുന്നത് കൊച്ചു കണ്ടു. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അമ്മാമ്മ മാവിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ കൊച്ചു തുടങ്ങി വഴി പുറത്തിറങ്ങിയ ആ അറ്റം വരെ നടക്കാ. ഇങ്ങോട്ട് വരല്ല, നമ്മൾ പിന്നെ എടുത്തോണ്ട് വരണം. കൊച്ചിന്റെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് അതിക്കൂടെ വേണ്ട വണ്ടിയും ആൾക്കാരും ഒക്കെ പോകും. റോട്ടിൽ കൂടെ പോണ എല്ലാവരും വിളിച്ചു വരുത്താറുണ്ട്. പക്ഷെ ഇവിടെ ആരും വിളിക്കാറ് ഇത്തിരി നീങ്ങി പോണം വണ്ടി കാണണെങ്കിൽ. അപ്പൊ ഇവ റോഡ് വരെ അവിടെ വരെ പോവും. ഇവിടെ അങ്ങോട്ട് പോകുമ്പോ ഒരു വീട്ടില് പട്ടിയുണ്ട് പൂച്ചയുണ്ട്. അതിനെ വിളിക്കും. കുറച്ചു നേരം അവിടെ നിൽക്കും. വീണ്ടും ഇങ്ങോട്ട് വരും. പിന്നെ നമ്മള് കരയിപ്പിച്ചെടുത്തോണ്ടിരണം. അല്ലാണ്ട് വേറെ അമ്മാമ്മ മീൻ പറിക്കണം. അമ്മാമ്മ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തല്ലോ. മീനിന്റെ മണ്ണെടുത്ത് നമ്മുടെ ആദം ബേബിനെ എടുക്കാൻ പറ്റണ്ടേ. അയ്യോ, പറ്റണ പണിക്ക് പോയാ പോരെ മോളെ. ഞാൻ പറഞ്ഞതല്ലേ ഇത് വാങ്ങണ്ടെന്ന് അല്ലേ. മീനോട് വലിയ താല്പര്യം ഇല്ല. അമ്മാമ്മോട് നമ്മള് പറഞ്ഞതല്ലേ പൊന്നോ. ഇത് നോക്കണല്ലോ, ഇത് വേറെ കാര്യങ്ങൾ അന്വേഷിക്കണം. കൊച്ചിന് ഈ വയസ്സിക്ക് ഇറക്കാറില്ല. കാരണം ഇവിടെ കണ്ടാ
ഇവിടെ ഫുള്ള് കൊതുകിന്റെ ശല്യം ഉണ്ട്. അല്ലെങ്കിൽ തന്നെ കൊതുക് കടിച്ച് മേല് ഫുള്ളാവും മാന്തി പൊട്ടിക്കുക. സുന്ദരനായി സുന്ദരനായി കഴിഞ്ഞ് വൈകുന്നേരം മാമ സുന്ദരിയോ വൈകുന്നേരം അയ്യോ എനിക്ക് വേദന ഇടിക്കണേന്ന് പറഞ്ഞിരിക്കും. നമ്മുടെ മീൻ ഒരക്കല് കഴിഞ്ഞത് കൊണ്ടുപോണ് മീന്. ചാളനെ വറ്റിക്കാന്നുള്ള പ്ലാനില് വറ്റിക്കാന്നല്ലേ മാങ്ങിട്ട് വെക്കാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നെ. അപ്പൊ അത് ആ പ്ലാൻ ചേഞ്ച് ചെയ്ത് അമ്മച്ചി മറ്റെന്തിനാക്കി തൂളിയാക്കി. തൂളി അല്ല ഈ മീനാണ് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചാലിമീൻ. ഇത് ഞാനോ എനിക്കെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ താഴത്ത് ഇങ്ങനെ തുറയ്ക്കില്ല. അപ്പൊ പണ്ട് അപ്പനങ്ങനെ മീൻ പിടിക്കും. മറ്റേ മലവെള്ളം വരുമ്പോ ഇങ്ങനെ വെട്ടി പിടിക്കാനൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ വലിയ മീനൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇത് 2 മീനാ. ഇത് ഒറ്റ മീനാണെങ്കിൽ കുറച്ചുകൂടി കഴമ്പുണ്ടായിരുന്നു. 2-3 കിലോന്റെ വലിയ മീൻ അപ്പ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇതിനൊരു മണുണ്ട്, ഒരു ചെളിച്ചോക. അത് ചിലവർക്ക് ഇഷ്ടാവും, ചിലവർക്ക് ചാലിമീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വാളാന്നൊക്കെ പറയും. ഇതിന്റെ വലിയ വാളാന്ന് പറയുന്നത്. ഇത് കുഞ്ഞിതാട്ടാ. കുഞ്ഞിത് തൂളിന്ന മീൻകാരൻ പറഞ്ഞ മീൻകാരൻ പറ്റിച്ച നീ തൂളിന്ന് പറഞ്ഞേ. ഇത് തൂളി തന്നെയാണ്. ഇതിന് തൂളിന്ന് തന്നെ ഞാൻ കേട്ടേക്കണ. അല്ല പല സ്ഥലങ്ങളിൽ ഒരാളുടെ മെയിൻ പരിപാടി ഇട്ടതേ കൊതുക് കടിച്ചു. അമ്മാമേനെ ഇങ്ങോട്ട് വിളിക്കാന്നുള്ളത്. അല്ലെങ്കിൽ എന്നെ വിളിക്കാറ്. വിളിക്കല് കഴിഞ്ഞാ അടുത്തതായി നമ്മൾ മാംഗോ ജ്യൂസ് അടിക്കാൻ പോകുന്നു. മാംഗോ നമ്മുടെ ഇവിടെ നിന്ന് പറക്കി മാങ്ങിയാട്ടത്. പറക്കാൻ വാങ്ങിയത് തന്നെയല്ല, അത് അപ്പച്ചൻ കൊണ്ടൊന്ന് വാങ്ങിയത്. അതന്നെ എല്ലാം വാങ്ങി കൂടി മിക്സ് ചെയ്ത് ജ്യൂസ് അടിക്കാൻ പോകുന്നു. ജ്യൂസ് 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 അത് മേടിക്കണ ജ്യൂസ് 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 വേണ്ട. ഒരാളോട് ചിരിക്കുന്നുണ്ട്. വേണ്ട ഒരാൾ ഇരിക്കണേണ്ട. ജ്യൂസ് 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 വേണ്ട. ചിരിക്കണത് ജ്യൂസ് അടിക്കുമ്പോ കാണിക്കണൊക്കെ ഡൊമ്പണ്ണക്കടയാണോ അത് സൗണ്ട്? അയ്യോ നീ എന്നോട് പറയണേ രാജമ്മയാ രാജമ്മയാ നീണ്ടൂട്ടേക്ക് പറയണേ. നീ ദേഷ്യം വന്നതോടെ ഇവിടെ ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്തുന്നു. അറിയാനുണ്ടോ വിച്ചത്? അറിയാനുണ്ടെന്ന് പറഞ്ഞിട്ടത് കുറച്ചും കൂടി കുടിച്ചു നോക്കാം. മധുരം ഇട്ടിട്ടില്ല ഇടയില്. വേറെ ഒന്നും കൊണ്ടല്ല, അതന്നെ ഷുഗർ വരാൻ സാധ്യതയില്ല. ഷുഗർ വന്നാലോ? അത് ബേബിക്ക് വേണ നോക്കിക്കുക. പണികളൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ പോണ്ട. ഞങ്ങൾക്ക് അറിയുള്ളൂ, നിങ്ങള് നേരത്തെ കാണിച്ചത് തന്നെയാണ്. ചിക്കനും മീൻ ഫ്രൈയും മറ്റേ പരിപ്പും വെള്ളരിക്കും കൂടി തേങ്ങ വെച്ച് കറി വെച്ചത്. പിന്നെ ചോറ് ചോറ് പിന്നെ കടുമാങ്ങച്ചാറ്. ഇതൊക്കെ കൂടി കൂട്ടി തിന്നാ മതി. ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അയില വറുത്തതുണ്ടല്ലോ, ചാള വറുത്തതുണ്ട്, ചിക്കൻ വെറുതെ വറുത്തു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എത്ര ഉള്ളു? അങ്ങോട്ട് നോക്കില്ല, അങ്ങോട്ട് നോക്കാൻ പറഞ്ഞ പിന്നെ എന്റെ മോൻ നോക്കില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആവൻ ബേബി അലമ്പായി തുടങ്ങി. അപ്പൊ വീഡിയോ നിർത്തണേ. അയ്യോ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ, സീ യു.